ഹിന്ദു കലണ്ടർ അനുസരിച്ച് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയ ദിവസമാണ് അക്ഷയ തൃതീയയായി ആഘോഷിക്കുന്നത്. അക്ഷയ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരിക്കലും ക്ഷയിക്കാത്തത് അല്ലെങ്കിൽ എന്നും നിലനിൽക്കുന്നത് എന്നാണ്. ഈ ദിവസം ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ ഫലം എന്നും നിലനിൽക്കുമെന്നാണ് വിശ്വാസം. ഹൈന്ദവ വിശ്വാസപ്രകാരം ഇതൊരു സ്വയം സിദ്ധ മുഹൂർത്തമാണ്. അതായത് ശുഭകാര്യങ്ങൾ തുടങ്ങാൻ പ്രത്യേക സമയം, രാഹുകാലമൊഴികെ നോക്കേണ്ടതില്ലാത്ത അത്രയും പവിത്രമായ ദിവസമാണിത്. അക്ഷയ തൃതീയയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ഐതിഹ്യങ്ങളുണ്ട്. അവയിൽ ഒന്നാമത്തേത് പാണ്ഡവരുടെ കഥയിലെ അക്ഷയപാത്രമാണ്. വനവാസകാലത്ത് പാണ്ഡവർക്ക് അതിഥികളെ സൽക്കരിക്കാൻ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ശ്രീകൃഷ്ണൻ ദ്രൗപദിക്ക് അക്ഷയപാത്രം അക്ഷയമാക്കി നൽകിയത് ഈ ദിവസമാണെന്ന് കരുതപ്പെടുന്നു. എത്ര പേർക്ക് വേണമെങ്കിലും ഭക്ഷണം നൽകാൻ കഴിയുന്ന, ഒരിക്കലും വറ്റാത്ത ഈ പാത്രം ലഭിച്ചതിലൂടെ ആ ദിവസം അക്ഷയ, അതായത് ക്ഷയിക്കാത്തത് ആയി മാറി. രണ്ടാമത്തെ ഐതിഹ്യം കൃഷ്ണനും കുചേലനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ശ്രീകൃഷ്ണന്റെ ദരിദ്രനായ ബാല്യകാല സുഹൃത്ത് കുചേലൻ അഥവാ സുധാമ അവലുമായി ഭഗവാനെ കാണാൻ ദ്വാരകയിലെത്തിയത് അക്ഷയ തൃതീയ നാളിലാണ്. കുചേലൻ ഒന്നും ചോദിച്ചില്ലെങ്കിലും ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം മാറ്റി വൻ ഐശ്വര്യം നൽകി അനുഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഈ ദിവസം ദാനധർമ്മങ്ങൾക്കും പുതിയ തുടക്കങ്ങൾക്കും ഉചിതമാണെന്ന് പറയുന്നത്. അടുത്ത ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പരശുരാമ ജയന്തിയാണ്. മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ ഭഗവാൻ പരശുരാമൻ ജനിച്ചത് അക്ഷയ തൃതീയ ദിവസമാണെന്ന് പുരാണങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഈ ദിവസം പരശുരാമ ജയന്തിയായും ആഘോഷിക്കുന്നു. ഗംഗാദേവിയുടെ ഭൂമിയിലേക്കുള്ള വരവും അക്ഷയ തൃതീയയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു ഐതിഹ്യമാണ്. ഭഗീരഥൻ്റെ തപസ്സിൽ പ്രീതിയായ ഗംഗാദേവി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഒഴുകിയെത്തിയത് ഈ പുണ്യദിനത്തിലാണെന്നാണ് മറ്റൊരു വിശ്വാസം. ഇത് ഭൂമിയിലെ പാപങ്ങൾ കഴുകിക്കളയാൻ സഹായിച്ചു. പുരാണങ്ങൾ അനുസരിച്ച് 4 യുഗങ്ങളിൽ ഒന്നായി ത്രേതായുഗം ആരംഭിച്ചത് അക്ഷയ തൃതീയ നാളിലാണ്. പുതിയൊരു കാലഘട്ടത്തിൻ്റെ തുടക്കമായതിനാൽ ഈ ഐതിഹ്യവും അക്ഷയ തൃതീയയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മഹാഭാരത രചനയുടെ തുടക്കമാണ് അക്ഷയ തൃതീയയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു ഐതിഹ്യം. വേദവ്യാസൻ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് ഗണപതി ഭഗവാൻ മഹാഭാരതം എഴുതാൻ ആരംഭിച്ചതും ഈ ദിവസമാണെന്ന് പറയപ്പെടുന്നു. ഈ ദിവസം സ്വർണം വാങ്ങിയാൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അക്ഷയ എന്നാൽ കുറയാത്തത് അല്ലെങ്കിൽ നശിക്കാത്തത് എന്നാണ് അർത്ഥം. ഈ ദിവസം വാങ്ങുന്ന സ്വർണമോ മറ്റ് സമ്പാദ്യങ്ങളോ കുടുംബത്തിൽ എന്നും നിലനിൽക്കുമെന്നും ഐശ്വര്യം വർദ്ധിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. എന്നാൽ സ്വർണം വാങ്ങുക എന്നത് പിൽക്കാലത്ത് വന്നൊരു രീതിയാണ്. അക്ഷയ തൃതീയയിൽ ഏറ്റവും വലിയ പുണ്യം ലഭിക്കുന്നത് ദാനധർമ്മങ്ങളിലൂടെയാണ്. വേനൽക്കാലമായതിനാൽ ജലദാനം, അന്നദാനം, വസ്ത്രദാനം എന്നിവയ്ക്ക് വലിയൊരു പ്രാധാന്യം തന്നെയുണ്ട്. ഭക്തർ ഈ ദിവസം പുലർച്ചെ കുളിച്ച് വിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും പൂജിക്കുന്നു. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഭാഗവത പാരായണം ചെയ്യുന്നതും വിശേഷമാണ്. അക്ഷയ തൃതീയ ദിനത്തിൽ അഷ്ടലക്ഷ്മി പൂജ ചെയ്യുന്നത് അതീവ വിശേഷമാണ്. 2026 അക്ഷയ തൃതീയ വരുന്നത് ഏപ്രിൽ 19 ഞായറാഴ്ചയാണ്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയ ദിവസമാണ് അക്ഷയ തൃതീയയായി ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ പ്രധാന മുഹൂർത്തങ്ങൾ ഇങ്ങനെയാണ്. തൃതീയ തിഥി ആരംഭം ഏപ്രിൽ 19 ഞായറാഴ്ച രാവിലെ 10:49 അവസാനിക്കുന്നത് ഏപ്രിൽ 20 തിങ്കളാഴ്ച രാവിലെ 7:27 ഏപ്രിൽ 19 രാവിലെ 10:49 മുതൽ ഏപ്രിൽ 20 പുലർച്ചെ 6:14 വരെ സ്വർണം വാങ്ങുന്നതിന് ഏറ്റവും ഉചിതമായ സമയമായി കണക്കാക്കപ്പെടുന്നു. ക്ഷയിക്കാത്തത് എന്നർത്ഥമുള്ള അക്ഷയ തൃതീയ ദിവസം പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും സ്വർണം വാങ്ങുന്നതിനും ദാനധർമ്മങ്ങൾ നടത്തുന്നതിനും വളരെ പുണ്യകരമായി കരുതപ്പെടുന്നു. ഈ പവിത്രമായ ദിനത്തിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ ഫലം ഇരട്ടിയായി ലഭിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു.